ഹലോ ഓൾ, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സെലിബ്രേഷൻ അങ്ങനെ ഒരു ഫെസ്റ്റിവലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. ബട്ട് ഇപ്പം രണ്ട് അപ്പൂപ്പന്മാരുള്ളതുകൊണ്ട് ഡെഫിനറ്റായിട്ടും കേക്കൊക്കെ കട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ കരുതുന്നുണ്ട്. അറിയില്ല, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ എൻ്റെ ഒരു 2 ഡേ ട്രിപ്പാണ്. സിസ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക്, ട്രിവാൻഡ്രത്താണ് സിസ്റ്റർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പം നമ്മളുടെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ കാസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലൗസും ബ്ലൂ സ്റ്റോണിന് മേടിച്ചിട്ടുള്ള മംഗൾസൂത്രമാണ് കേട്ടോ. എനിക്ക് വിഷ്ണു കല്യാണത്തിന് മുന്നേ മേടിച്ചു തന്നതാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇടാൻ പറ്റിയത്. പിന്നെ കയ്യിൽ ഡ്രസ് ബെറീൻ്റെ മൾട്ടി കളേർഡ് ആ ഒരു വാച്ച് ഉണ്ട്. പണ്ട് ഹെയർ കട്ട് ചെയ്തിരുന്ന ടൈമിൽ ഹെയർ ബാൻഡ്സ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പണ്ടത്തെ ആ ഒരു ഇതെടുത്തിട്ടത് ആ ഒരു ഓർമ്മയ്ക്ക് മുടി അയച്ചിരുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ സ്റ്റൈൽ സ്ട്രൈഡ് ഒരു സാൻഡലും ഈ ഒരു റിബ്ഡ് ജീൻ അർബനിക്കിൻ്റെ ആ ഒരു ജീനുമാണ് ഇട്ടിരിക്കുന്നത്. സോ ഞാനും മച്ചാൻ്റെ ഡ്രസ്സ് ചെയ്താണ് കേട്ടോ. ഞാനും മച്ചാനും കൂട്ടിയിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. കണ്ണൊക്കെ എഴുതണം എന്നുണ്ടായിരുന്നു, പക്ഷേ ആസ് യൂഷ്വൽ കാറിൽ കയറി എഴുതാമെന്ന് എഴുതി കയ്യിൽ കണ്ണ് എഴുതാനായിട്ടുള്ള കാജലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് വണ്ടി ഒന്ന് സ്ലോ ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ണൊക്കെ എഴുതി. പിന്നെ നമ്മുടെ മൈഗ്ലാമിൻ്റെ 99 റുപ്പീസിന് 2 ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ വേറെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രൈറ്റ് റെഡ് കളർ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിട്ടു. നമ്മളൊരു 3 മണി 3:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ കിളിമാനൂർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. യൂഷ്വലി നമ്മൾ അരമണിക്കൂർ ആണ് എൻ്റെ വീട്ടിൽ നിന്ന് കിളിമാനൂർ വരെ എത്താൻ എടുക്കുന്നത്. പക്ഷേ ഇന്ന് അത് 1 മണിക്കൂറായി മാറി. നല്ല വെയിലും ഉണ്ടായിരുന്നു. അതേ കണക്ക് കുറേയിടത്ത് പോലീസൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ നവകേരള സദസ്സിൻ്റെ ബസ് എനിക്ക് തോന്നുന്നു ഈ വഴി കൂടെയാണ്, ആറ്റിങ്ങലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വഴിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ വരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് അങ്ങനെ നമ്മൾ വീട്ടിലങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. ഇപ്പം ഉത്സവമാണെങ്കിൽ സദ്യ ഉണ്ടാക്കും, ക്രിസ്മസ് ആണെങ്കിൽ പുറത്തുനിന്ന് ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും മേടിക്കും. ചിലപ്പോൾ കേക്ക് ഉണ്ടാവും, കേക്ക് മേടിക്കാൻ കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ മേടിക്കും, കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ വലിയ സെലിബ്രേഷൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ അപ്പൂപ്പന്മാരും കൂടി വന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കേക്ക് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യും. കാരണം അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മൂത്ത കുട്ടീനെ UKG-യിലാക്കിയത്. അപ്പോൾ UKG-യിലായിരുന്ന ടൈമിൽ അവരുടെ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്കല്ലേ ഇങ്ങനെ എല്ലാ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്മസ് ഒരു വലിയ പ്രോഗ്രാമാണ്. എന്തോ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ട് അത് റിലേറ്റഡ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാനും മച്ചാനും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിലായിരുന്നു എനിക്ക് നീഞ്ഞാൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു കുട്ടീൻ്റെ ഈ ഒരു പ്രോഗ്രാമും. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഉണ്ടായിരുന്നു, ഈ വട്ടം നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ അപ്പോഴും ഒരുമിച്ചാണ്. പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരുതി ഏതോ അമ്പലത്തിൽ ഉത്സവമായിരിക്കും. പക്ഷേ ഇത് നവകേരള സദസ്സിൻ്റെ അവരെ വരവേൽപ്പിനുള്ള കാര്യങ്ങളാണ്. അത് ഒട്ടകമുണ്ട്, അതേപോലെ തന്നെ കുതിരയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഷോ പാവങ്ങളെ എത്ര നേരം കൊണ്ടിട്ട് നടത്തിപ്പിക്കുകയായിരിക്കും. അങ്ങനെ സൈഡിൽ കൂടെ അതിങ്ങനെ കണ്ടിട്ട് ഞാൻ പാസ് ചെയ്തങ്ങ് പോയി. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ കുറേ ചേച്ചിമാരും ആൻറ്റിമാരും അമ്മൂമ്മമാരൊക്കെ കൂടിയിട്ടേ അവർ മറ്റേ താലപ്പൊലി എടുക്കുന്ന കണക്ക് പ്ലക്കാർഡ് പിടിച്ചിട്ട് നടക്കുക. ആ പ്ലക്കാർഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരുടെ ഫോട്ടോസാണ്. കണ്ടപ്പോൾ ശരിക്കും പറയാൻ ചിരി തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വക ഇത് എന്താ പറയുക, ജാഥയും കാര്യങ്ങളൊക്കെ കാരണം വണ്ടികൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ട്രാഫിക്കിൽ കിടന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ പൈസയും ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഫ്രണ്ടിൽ ബാൻഡ് മേളവും ഒക്കെ ഉണ്ടായിരുന്നു. എന്താല്ലേ, എനിക്ക് പൊളിറ്റിക്സിലൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു മാത്രം. എന്തായാലും നമ്മൾ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞു പാസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി. 7:30-ക്കാണ് സിസ്റ്ററിൻ്റെ കുട്ടീൻ്റെ പ്രോഗ്രാം വന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം വന്നിട്ട് എനിക്കൊന്ന് ജാപ്പനീസോ ചൈനീസ് സ്റ്റൈൽ ജാപ്പനീസാണെന്നു അവരുടെ എന്തോ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു. അന്ന് എനിക്കൊന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 മാസം മറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് ഷെയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ഈ വട്ടം ഞാൻ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ ജാഥകളും ആൾക്കാരിങ്ങനെ ഇതാവുന്നതും ഒക്കെ. അത് കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എന്താ പറയുക,
കറക്റ്റ് ടൈമിന് അവിടെ എത്താനായിട്ട്. 2-3 ദിവസം വീട്ടിലില്ലാത്തതിനെ കൊണ്ട് തന്നെ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് അതിൻ്റെ പുറകെ കിടന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ട്രിവാൻഡ്രം പോയി ഫുഡ് കഴിക്കാൻ നേരത്തെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. പക്ഷേ ട്രാഫിക് ഇറങ്ങാൻ നമ്മൾ ലേറ്റായി പോയി കുറച്ച്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ KFCൻ്റെ തൊട്ട് മേലത്തെ നിലയിൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിസെക്സ് ഒരു പാർലറാണ് കേട്ടോ. മാസങ്ങളായിട്ടോ ഞാൻ ഇതേപോലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടും ത്രെഡൊക്കെ ചെയ്തിട്ടും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ചെയ്യണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുറേ നാൾ ചെയ്യാണ്ടിരുന്ന് ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. അങ്ങനെ ത്രെഡൊക്കെ ചെയ്തിട്ട് ഞാൻ താഴെ KFCയിൽ ഇറങ്ങിയിട്ട് KFCയിൽ ചീസ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐറ്റം ഉണ്ട്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. എനിക്കും അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇപ്പം സിസ്റ്ററിൻ്റെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവർക്കും മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മളൊരു പാഴ്സലും പറഞ്ഞു, കാരണം കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരുപാടൊന്നും നമ്മൾ വരുമ്പോൾ മാത്രമേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാറുള്ളൂ. എപ്പോഴൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ അവർക്കൂടെ വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഇതിനിടയ്ക്ക് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളായിരിക്കും ഫസ്റ്റ് അവിടെ ചെന്ന് അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്ത് ക്രിസ്മസിൻ്റെ മാതിരി ഫുൾ സ്റ്റാർസും ഇതും ലൈറ്റും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെ ഡിസ്റ്റൻസോളം ഇങ്ങനെ അവർ ഫുൾ ലൈറ്റപ്പ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത്ര തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും തിരക്കുണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അങ്ങനെ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ചേട്ടൻ ആ ദിക്ക് കാണിച്ചു തന്നു. നമ്മൾ നേരെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ശരിയെങ്കിൽ നമ്മൾ സിസ്റ്റർ വരുന്നവരെ കാത്തു നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് കയറാമെന്ന് കരുതി. നോക്ക് അവരുടെ എൻട്രൻസൊക്കെ വലിയൊരു സ്റ്റാർ ഒരു രീതിയിൽ ഇതാക്കി വെച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഴിഞ്ഞ വട്ടവും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു. ബട്ട് യെസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വട്ടം അതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ നല്ല രസമുണ്ടല്ലേ മേളിൽ ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതേ ആ റെയിൻഡിയറിൻ്റെ ആ ഒരു എന്താ പറയുക സ്ലഡ്ജോ ആ ഒരു ഇതും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഓരോന്നിൻ്റെ അടുത്ത് പോയിട്ട് ഇതെനിക്കൊന്ന് കുട്ടികളൊക്കെ വരച്ച കുട്ടികളുടെ ഒരു കോർണർ പോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു. കുട്ടികൾ ചെയ്തതാണോ പാരൻസ് ചെയ്തതാണോ അതോ ടീച്ചേഴ്സ് ചെയ്തതാണോ എന്താണെന്നറിയില്ല. എല്ലാം ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെ പേരൊക്കെ വെച്ചിട്ട്. കൊള്ളാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീമും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോൾ പുറത്ത് നിന്ന് സമയം കളയണ്ടെന്ന് കരുതിയിട്ട്, കാരണം നല്ല തിരക്കാവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയത് ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ. സീറ്റൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരുന്നു. പിന്നെ സൈഡിലേക്ക് കുറച്ച് വേക്കൻറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഇരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്ററൊക്കെ വന്നു. പക്ഷേങ്കിൽ അവൾക്ക് കറക്റ്റ് മീനുവിൻ്റെ പെർഫോമൻസ് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങ് ബാക്കിൽ പോയിരുന്നു കേട്ടോ. തനു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് വന്നു. തനുവിൻ്റെ തലയിലത്തെ ആ ഒരു ക്രിസ്മസ് തീം വരുന്ന ഇതെടുത്ത് ഹെഡ് ബാൻഡ് എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചു. അപ്പോൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗസ്റ്റ് ഇത്തിരി ലേറ്റായി. പക്ഷേ IAS ഡോക്ടർ ദിവ്യ അയ്യർ പുള്ളിക്കാരത്തെയാണ് കേട്ടോ ഗസ്റ്റ്. അപ്പം നമ്മൾ പ്രൊജക്ടറിൽ കൂടെയാണ് ഇത് കാണുന്നത്. അങ്ങനെ ഈ NCC കേഡറ്റ്സ് ഒക്കെ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് പുള്ളിക്കാരത്തിനെ. എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ സ്കൂളിലെങ്ങാണ്ട് പഠിച്ചിരുന്നപ്പോഴാണ് അവസാനമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം ഞാൻ മീനുവിൻ്റെ ഇതേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് മീനുവിൻ്റെ പ്രോഗ്രാം ആവാറായപ്പോഴാണ് ഞാൻ എത്തിയത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലത്തേക്ക്. ഈ ചെറിയ കുട്ടികളെ എന്തോരം നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ പോലെ ആക്കിയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ട്നെസ് തോന്നും കേട്ടോ. അതുമാത്രമല്ല അവരുടെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വാവ്, ഞാൻ മാത്രമല്ല മച്ചാൻ നോക്ക് വിഷ്ണു ഇങ്ങനെ ഇല്ലേ അതിനിങ്ങനെ വൈബ് ചെയ്തിങ്ങനെ തലയൊക്കെ ആട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. സ്റ്റേജിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടികളെ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ ഞാൻ മീനുവിനെ കണ്ടുപിടിച്ചു. ഇത് മീനു തന്നെയാണ്. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് നോക്കാം എന്ന രീതിയിൽ ഞാൻ എടുത്ത വീഡിയോ ഉണ്ട്. പക്ഷെ അത് മീനു തന്നെയായിരുന്നു, എനിക്ക് മനസ്സിലായി. ഇതിനിടയ്ക്ക് തനു വാശിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ മച്ചാൻ തനുവിനെ പിടിച്ചിട്ട് അവിടെയൊക്കെ പോയി നിന്ന് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗസ്റ്റൊക്കെ വന്നതിന് ശേഷം തന്നെ കുറേ എല്ലാവരുടെയും സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ടൈം പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷടേന്നും പറഞ്ഞ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി. 7ാമത്തെ പ്രോഗ്രാം മറ്റുമായിരുന്നു കേട്ടോ മീനുവിൻ്റെത്. ട്വിറ്ററിൽ ഏത് ഡാൻസാണ് കളിക്കാൻ പോകുന്നതെന്നും അതേപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ പേരും കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ആരുടെ പ്രോഗ്രാമാണ്, നമ്മുടെ കുട്ടികൾ ഉണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതേ കൃപാന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഡാൻസ് ആ ഫോർമേഷനിൽ എവിടെ ആയിരിക്കും മീനു നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കുറച്ച് ടാസ്ക് ആയിരിക്കും.
അങ്ങനെ പിന്നെ ഞാൻ സൈഡിൽ ഞാൻ അപ്പോഴത്തേക്ക് സീറ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കേർട്ടൺ റേസ് ആയ ടൈം തൊട്ടിങ്ങനെ വീഡിയോ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക മീനൂട്ടൻ്റെ ഡാൻസ് ഇതാക്കാനായിട്ട്. മീനു ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നിന്നത്, ബാക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള കുട്ടികൾ കാരണം മറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നല്ല ഷോർട്സ് അങ്ങനെ ഒന്നും ഇല്ല. ആദ്യം ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എല്ലാവരുടെയും മേക്കപ്പും ഡ്രസ്സും ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ആരെന്തോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. ആ ഒരു ഇതിലായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇതാണ് മീനൂട്ടൻ ശരി എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ സൂം ചെയ്ത് മാക്സിമം സൂമിന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. ഞാൻ നല്ല ചെറുപ്പമായിരുന്നപ്പോഴാണ് കേട്ടോ എൻ്റെ അച്ഛൻ എബ്രോഡ് പോയത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയും അതേപോലെ തന്നെ എബ്രോഡ് പോയി. ഗ്രാൻഡ് പേരൻസും ആയിട്ടാണ് കേട്ടോ കൂടുതൽ ഞാനും എൻ്റെ സിസ്റ്ററും വളർന്നത്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാനും സിസ്റ്ററും പാട്ടിനും ഡാൻസിനും ഒക്കെ പോകണമെന്ന്. അപ്പൂപ്പനായിരുന്നു എൻ്റെ അമ്മേൻ്റെ അച്ഛനായിരുന്നു കേട്ടോ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നതും ഒക്കെ. പക്ഷെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബഹ്റിനിൽ പോകുന്ന ടൈമിൽ ഓരോ വട്ടം നമ്മളിപ്പോൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടിയില്ല. അതായത് ഒരു വർഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബഹ്റിനിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് കട്ടാവും. വീണ്ടും നമ്മൾ വന്നിട്ട് ഒന്നേന്നും പറഞ്ഞ് വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു 3-4 വട്ടം ഞാൻ പല സ്ഥലങ്ങളിൽ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്, അതെനിക്ക് ഡാൻസും. അപ്പോൾ അവസാനം കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ ഞാനും അത് മടുത്തു, വേണ്ട എനിക്കിനി അത് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു സ്റ്റേജിൽ വിളിച്ച് എന്നോട് പെർഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക പേടിച്ച് അങ്ങനെ നിൽക്കും. എനിക്ക് അങ്ങനെ പല ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇതേപോലുള്ള കാര്യങ്ങൾ വിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും മച്ചാനും കൂടിയിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ പോയി എന്നിട്ട് ഞാൻ ക്ലാസ് റൂമിൽ പോയിട്ട് മീനുവിനെ വിളിച്ചു പുറത്തിറക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലാസ്റ്റ് ടൈം ജാപ്പനീസ് രീതിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് സിസ്റ്ററും വന്നു. അങ്ങനെ പിന്നെ ഫോട്ടോ സെഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. ചെറുതിലെ തന്നെ കുട്ടികളെ എല്ലാത്തിനും വിടുക. പിന്നെ കുട്ടികൾക്ക് വലുതാകുമ്പോൾ തോന്നും ഇന്നത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് നിർത്തണം എന്നൊക്കെ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ടാലൻ്റ് അനുസരിച്ച് എന്തിന് പോകണം എന്നാണ് താല്പര്യം എന്ന് അതും നോക്കിയതിന് ശേഷം നമ്മൾ വിടുക. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് ഇത് മറ്റേതെന്നും പറഞ്ഞിട്ട് കൊണ്ട് ചേർക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് സിസ്റ്റർ മീനുവിനെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് താഴേക്ക് വരികയാണ് നമ്മളുടെ അടുത്തേക്ക്. ഇതൊക്കെ കണ്ടപ്പോൾ തനുവിന് ഭയങ്കര വിഷമമായിട്ടോ. കാരണം തനു പ്ലേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്രയും വലിയ അങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവൾ ആകെ ഡൗൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തനുവിനെ അടുത്ത വട്ടം ഇവിടെ ചേർക്കാം എന്നിട്ട് വലിയ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറി. എന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് കേട്ടോ. കാരണം തനുവിന് പ്ലേ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ അന്നായിരുന്നു, നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പം നമ്മളാണ് കൊണ്ടാക്കിയത്, ഞാനും വിഷ്ണുവും കൂട്ടിയിട്ടൊക്കെ കൊണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിന് എവിടെയോ രാവിലെ പോകണമായിരുന്നു. പോയി കഴിഞ്ഞ് തിരിച്ചവൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ പറയാം നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോയാലോ, 2 ഡേ ട്രിപ്പ് ഇന്ന് അവസാനിക്കുമല്ലോ, അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ മൂവിക്ക് പോകാം. നേര് ഇറങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ ശരി എങ്ങനെയാണെങ്കിലും നമുക്ക് മൂവിക്ക് കയറാമെന്ന് കരുതി തൊട്ടടുത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്തു. ഇങ്ങനെ നേരെ ഗ്രീൻഫീൽഡ് വന്നപ്പോഴത്തേക്ക് കാണാം സൈഡിൽ കുറേ ഫുഡ് ഫെസ്റ്റ് അങ്ങനത്തെ കുറച്ച് സ്റ്റോളും കാര്യങ്ങളും കണ്ടു. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ഓപ്പൺ ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. നോക്കിയപ്പോൾ നവകേരള സദസ്സ്. എവിടെ ചെന്നാലും ഇത് തന്നെയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അകത്തേക്ക് കയറിയപ്പോൾ അവിടെ 2 പട്ടിക്കുട്ടന്മാർ സ്റ്റെപ്പിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി. 2nd ഫ്ലോർ ആണ് കേട്ടോ അവിടെ തിയേറ്റർ. പണ്ട് ഞാനിവിടെ ഒരു ഡോഗ് ഷോ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ മൂവി തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂവി തിയേറ്റർ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഗ്രൗണ്ടാണ് കേട്ടോ നമ്മളുടെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ അവിടെ സോഫയിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ അകത്ത് കയറി പോപ്കോണൊക്കെ സിസ്റ്റർ മേടിച്ചിട്ട് വന്നു നമ്മളെല്ലാവരും കൂടിയിട്ട്. കുട്ടികൾക്ക് അപ്പം 2 പേരുടെയും കയ്യിൽ പോപ്കോൺ അവർക്ക് കയ്യിൽ വേണം എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ച് അങ്ങനെ വാശിയൊക്കെ നിർബന്ധമൊക്കെ നടത്തി കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മൂവി. ആക്ച്വലി ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് നല്ല റിവ്യൂസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അറിയില്ല, മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് ഫിലിം എന്നൊക്കെ അങ്ങനെ കുറേ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഫേവറേറ്റ് നടൻ, ഫേവറേറ്റ് ആക്ടർ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫേവറേറ്റ് ആക്ടർ ഇന്ന ആൾ അങ്ങനെയൊന്നുമില്ല. ഇന്ന ആളുടെ എല്ലാ മൂവിയും ഞാൻ പോയി കാണും അങ്ങനെയൊന്നുമില്ല. ആര് നല്ല മൂവി ചെയ്താലും അത് മാക്സിമം തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഈടായിട്ട് മമ്മൂക്കേൻ്റെ കുറേ നല്ല പടങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പം മോഹൻലാലിൻ്റെ ഇതേപോലെ നല്ലൊരു പടം കാണണം എന്നിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മൂവി എനിക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ സിസ്റ്റർക്ക് അതിലേറെ ഇഷ്ടമായി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുറത്ത് തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഫെസ്റ്റിൽ അവിടെ സ്റ്റോളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, തിരക്ക്. നമ്മളതുകൊണ്ട് അവിടെ നിന്നില്ല.
അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു പുറത്തിങ്ങനെ ഒരു തട്ടുകട സെറ്റപ്പിൽ ഒരു സ്ഥലമുണ്ട്, തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, നമുക്ക് അവിടെ പോവാം, അവിടെ നല്ല ഫുഡ് കിട്ടും, അധികം തിരക്കൊന്നുമില്ല, പിന്നെ റോഡ് സൈഡിൽ തന്നെയുണ്ട്, കാറ്റൊക്കെ ഉണ്ടായി, നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു തട്ടുകട സെറ്റപ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. കാറിനകത്ത് ഇങ്ങനെ തട്ടുകടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കാറിനകത്തിരുന്ന് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, അമ്മയായിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നമ്മൾ ഇത്രയും പേരൊക്കെ ആയിട്ട് ഒരു പെറോട്ട പറഞ്ഞു, 3 സെറ്റ് ദോശ, തട്ടുദോശ പറഞ്ഞു, പിന്നെ ഒരു ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ പെരട്ടോ, ചിക്കൻ റോസ്റ്റോ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ രസവട ഉണ്ടായിരുന്നു, സാമ്പാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാത്തിനും കൂടി ഓൾമോസ്റ്റ് ഒരു 500 അടുപ്പിച്ചായി. അത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഈ കറികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് എനിക്കൊന്ന് പ്ലം കേക്ക് ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറേ പട്ടിക്കുട്ടന്മാരും ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറയായിരുന്നു പലപ്പോഴും അവൾ ഈ വഴിയിൽ ഈ ടൈമിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ആൻറ്റി അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ സിസ്റ്റർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലം രാത്രിയിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ്. അവിടെ ഒരു വലിയൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. ഡേ ടൈമിൽ പോകുന്നതിനെക്കാട്ടിലും നൈറ്റ് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോഴും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി 1-2 സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പണ്ട് ഞാനും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്ന ടൈമിൽ ഫസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വില്ലുണ്ടായിരുന്നു കേട്ടോ. കുളത്തൂർ സൈഡിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് കേട്ടോ, അതിൻ്റെ അടുത്ത് നിന്നല്ല, ഈ ബിൽഡിങ്ങിലായിരുന്നു ഞാൻ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് എന്തോ ഡഞ്ചൻ അങ്ങനെ എന്തോ ആയിരുന്നു ജിമ്മിൻ്റെ പേര്. ഇപ്പം അത് മാറി, വേറെ ട്രാവൻകൂർന്നോ അങ്ങനെയൊക്കെ ആക്കി. എനിക്കറിയില്ല ഇപ്പോഴും അവർ തന്നെയാണോ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നോക്കി, ബട്ട് അറിയാവുന്ന ആരെയും കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അങ്ങ് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ വഴി കൂടെയൊക്കെ നടന്നു പോവുമായിരുന്നു ഷൂട്ടിങ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് നടന്നു പോയിട്ടുള്ള വഴിയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വട്ടം മറ്റേ വന്നിട്ടുള്ളൂ, അതും അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് എന്തൊക്കെയോ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കോർ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പണ്ടത്തെ മൊമെൻറ്റ്സ് ഞാൻ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ ഈ വഴി കൂടെ ജിമ്മ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു, ഇവിടെ ഒരു സംസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ പറഞ്ഞു ഷുഗർ കെയിൻ ജ്യൂസ്, നല്ല നാച്ചുറൽ ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്നൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് അതും മേടിക്കാം. അപ്പോൾ സ്വിഗ്ഗി ചെയ്യാനാണെങ്കിൽ ലേറ്റ് ആവും, അതിന് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വിഷ്ണു പോയിട്ട് അത് മേടിച്ചിട്ട് വന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു മോളു? സിനിമ സൂപ്പർ ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ? തനുട്ടാ മോള് സിനിമ കണ്ട് ഉറങ്ങിപ്പോയോ? എന്താ മോള് ഉറങ്ങിപ്പോയേ? നല്ല സിനിമ അല്ലായിരുന്നോ? എനിക്ക് കഴിക്കുമ്പോ എവിടെ ഒരു മുട്ടന് കണക്കുള്ളത് അത് തൊണ്ട കയറുമ്പോ എനിക്ക് ഓർക്കും വരുന്നു. ശരി ശരി. കുറെ ആയിട്ടോ നമ്മളിപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ പുറത്ത് അങ്ങനെയൊന്നും പോകാറില്ല. മുന്നേ നമ്മൾ കുറേ ട്രാവൽ ചെയ്യായിരുന്നു, ബട്ട് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇനി എനിക്ക് വർക്ക് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ, നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ എല്ലാവർക്കും അപ്പം ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും നിങ്ങളുടെ ലവ്ഡ് വൺസുമായിട്ട് നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്.